യേശുവിൽ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശിലാണ് നമുക്ക് രക്ഷ. അവിടുന്ന് കുരിശിലൂടെ നമുക്ക് നേടിത്തന്ന രക്ഷ നാം സ്വീകരിക്കണം. കർത്താവെ, ഈ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, കുരിശിനെ ആശ്ലേഷിക്കുവാൻ, കുരിശിൻ്റെ വഴിയിലൂടെ നടക്കാൻ എന്നെ സഹായിക്കണം. ഗലാത്യരുടെ ലേഖനത്തിൽ 6-ാം അധ്യായം 14-ാമത്തെ ലിഖിതം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ. അവനെ പ്രതി ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവെ, പാപത്തിൽ നിന്നും, ബന്ധനത്തിൽ നിന്നും, തഴക്ക ദോഷത്തിൽ നിന്നും, കർത്താവ് തെറ്റായ തരത്തിലുള്ള ഏതെങ്കിലും തരത്തിൽ ബന്ധത്തിൽ നിന്നും, അശുദ്ധിയിൽ നിന്നെല്ലാം എന്നെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പലപ്പോഴും പാപത്തിലേക്ക് ചായുവാനും പാപത്തിലേക്ക് വീഴാനുമുള്ള പ്രേരണകളും പ്രലോഭനങ്ങളും ഉണ്ടാകുമ്പോൾ ഈശോയുടെ കുരിശിനെ ആശ്രയിച്ച് കർത്താവെ, പരിഹാരത്തിൻ്റെയും പ്രാശ്ചിത്യത്തിൻ്റെയും വഴിയിലൂടെ നടക്കുവാൻ, കുരിശിൻ്റെ വഴി നടക്കാൻ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇപ്പോൾ ഈ വചനം കേൾക്കുന്ന ദൈവമക്കളുടെ രോഗങ്ങളെ അവിടുന്ന് സൗഖ്യപ്പെടുത്തണം. വിവാഹ തടസ്സങ്ങളെ മാറ്റണം. വിദേശയാത്ര തടസ്സങ്ങളെ അവിടുന്ന് എടുത്തു മാറ്റണം. കർത്താവ്, ഭയം, ഉത്കണ്ഠ, ആകുലതകൾ എല്ലാം എടുത്തു മാറ്റണം. നിയോഗങ്ങളും പ്രാർത്ഥനയും എല്ലാം സാധിച്ച് ഈശോയുടെ പ്രിയപ്പെട്ട മക്കളായി തീരാൻ കർത്താവെ അവർക്ക് ഇടയാവരട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസങ്ങളും എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.